എവിടെയോ ഞാൻ കണ്ടോണ്ട് നിങ്ങൾ രാഗത്തെ രാഗമല്ലാതാക്കി മാറ്റിയ ഒരു പാട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പൊ പിന്നെ അത് ഏത് രാഗമായിരുന്നു? രാഗത്തെ രാഗമല്ലാതെ ബാക്കിയെന്നല്ല. പിന്നെ അതായത് ഈ പൊതുവെ മ്യൂസിക് കമ്പോസർമാര് ചാലഞ്ചായിട്ട് എടുക്കാറുള്ളൊരു പരിപാടിയാണ്. അപ്പൊ നമ്മള് പണ്ടിപ്പോ കാട്ടിലെ പാഴ്മുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ എന്നുള്ള പാട്ട് ശരിക്ക് ഒരു രാഗമാണെന്ന് കേൾക്കുമ്പോൾ അറിയാലോ, അത് കാമ്പോജി രാഗമാണ് എന്നുള്ള രാഗം അറിയാം. പക്ഷെ ചില പാട്ടിൽ ഇപ്പോൾ കാപ്പി എന്ന് പറയുന്ന രാഗമുണ്ട്. കാപ്പി രാഗം നമ്മൾ കേൾക്കുമ്പോൾ മായാ ഗോപബാല എന്നുള്ള പാട്ട്. പക്ഷെ ഇത് കാപ്പിയാണ് ചായ എന്നൊന്നും എനിക്കറിയാൻ പാടില്ല. കാപ്പി കാപ്പി വെച്ചോ? മധുരമില്ലാത്ത കാപ്പി. അപ്പൊ അതില് ഇപ്പൊ സന്യാസിനി എന്ന് പറഞ്ഞ പാട്ട് കാപ്പി തന്നെ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കില്ല, അത് ഏത് രാഗമാണെന്ന് അന്വേഷിക്കാത്ത രീതിയിൽ അത് കമ്പോസ് ചെയ്യുന്നൊരു വിദ്യ. അതായത് ചില പാട്ട് കേട്ടാലും നമുക്ക് അറിയാം ഇത് കാമ്പോജി അല്ലേ, ഇത് മറ്റേ ഹരഹരപ്രിയ അല്ലേ, അല്ലെങ്കിൽ ആനന്ദഭൈരവിയാണല്ലോ എന്നൊക്കെ പറയാം. ചില പാട്ട് ആ പാട്ടാണ് നമ്മളെ സ്വാധീനിക്കുന്നത്. രാഗം ഏതാന്ന് നമ്മൾ ചിലപ്പോൾ അന്വേഷിക്കുക പോലും ഇല്ല. എന്നിട്ട് കുറെ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇത് കാപ്പിയായിരുന്നല്ലേ എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു ചെയ്യാന്നുള്ളത് നമ്മളൊരു ആഗ്രഹമാണ്. പല പാട്ടുകളും ശ്രമിക്കും. അത് ഈ പാട്ടിനെ കുറിച്ച് അന്ന് ചോദിച്ചപ്പോ പറഞ്ഞാണ് ഈ ഹരഹരപ്രിയാണ് രാഗം. അപ്പൊ ഇങ്ങനെ കർണാട്ടിക് പോവാണ്. കൈ കറക്റ്റ് നമുക്ക് വേറെ ഒന്നും അറിയാൻ പാടില്ലാത്തോണ്ട് കുഴപ്പമില്ല. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോ തന്നെ രാഗം കിട്ടുന്നതല്ലാതെ മലമേലെ തിരിവെച്ച് അപ്പൊ അലിറിക്കും നമ്മളുണ്ടാക്കുന്ന ട്യൂണും ശ്രദ്ധിക്കുക. പക്ഷെ അത് ഏത് രാഗമാണെന്ന് കുറെ കഴിഞ്ഞിട്ട് ആരെങ്കിലും ഇപ്പൊ സംഗീതം പഠിച്ചവരെ അന്വേഷിച്ച് പോവുക എന്നുള്ള ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ല, രാഗം മാറ്റിയിട്ടൊന്നുമില്ല. രാഗം മാറ്റലല്ല, രാഗം ഏതാന്ന് അറിയിക്കാതെ, മാക്സിമം അറിയിക്കാതെ പാട്ടിലേക്ക് ശ്രദ്ധിക്കുക. അതാണ് സംഭവം.